കരൂരിലെ അപകടത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് തമിഴക വെട്രിക്കഴകം നൽകിയ ഹർജി മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. അപകടത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ടിവികെയുടെ വാദം. സംഭവത്തിൽ പോലീസ് അന്വേഷണവും ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. കരൂരിലെത്തിയ വിജയ്ക്ക് നേരെ കല്ലേറുണ്ടായി. കരുതിക്കുട്ടി ആരോ പ്രശ്നമുണ്ടാക്കി. അപകട സമയത്ത് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. പോലീസ് മതിയായ സുരക്ഷ ഒരുക്കിയില്ല. ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചാണ് അപകടത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും സിബിഐ അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് ടിവികെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഇന്നുച്ചയ്ക്ക് 2:15 ഹർജി മദ്രാസ് ഹൈക്കോടതി മധുര ബെഞ്ച് പരിഗണിക്കും. തങ്ങളുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടില്ലെന്ന നിലപാടിലാണ് പോലീസ്. സംഭവത്തിൽ ആനന്ദ് ഉൾപ്പെടെയുള്ള ടിവികെ നേതാക്കൾക്കെതിരെ കേസെടുത്തെങ്കിലും കോടതി നിർദ്ദേശത്തിന് പിന്നാലെയാകും അറസ്റ്റിലേക്ക് കടക്കുക. വിജയിയെ പ്രതി ചേർക്കുന്നതും പതിയെ മതിയെന്നാണ് തീരുമാനം. സർക്കാർ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ ഭാഗമായി റിട്ടയർഡ് ജസ്റ്റിസ് അരുണ ജഗദീശൻ അപകടസ്ഥലം സന്ദർശിച്ച് ഇന്നലെ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഉടൻ തന്നെ ഈ റിപ്പോർട്ട് സർക്കാരിന് കൈമാറും. 24 ചെന്നൈ. ഇപ്പോൾ സൂരജ് സജ്ജിയുണ്ട് കരൂരിൽ നിന്ന് തത്സമയം വിവരങ്ങളുമായി. സൂരജ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നിർണായക ദിനമാണ്. മദ്രാസ് ഹൈക്കോടതി ഹർജി പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ സിബിഐ അന്വേഷണം വേണമെന്നുള്ളതാണ് ആവശ്യം. എന്തൊക്കെ വാദങ്ങൾ ഉയർത്തിയാണ് ഈ ഹർജി? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ സൂരജ്? ഉന്മേഷ്, ഈ അപകടത്തിന് തൊട്ടു പിന്നാലെ പോലീസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതായിരുന്നു ഈ വിജയുടെയും അതോടൊപ്പം തന്നെ വിജയുടെ പാർട്ടി അനുഭാവികളുടെയും നിലപാടെങ്കിൽ ഇന്നലെ ഒരു പടി കൂടി കടന്ന് ഹൈക്കോടതിയിൽ ഒരു ഹർജി തന്നെ സമർപ്പിക്കുന്നു. ഈ വിഷയത്തിൽ പോലീസിന്റെ വീഴ്ച എണ്ണിപ്പറയുന്നതാണ്. അതോടൊപ്പം തന്നെ വിജയ്ക്ക് നേരെ കല്ലേറടക്കമുണ്ടായി. പക്ഷേ ഇതിൽ പോലീസ് ഇടപെട്ടില്ല. ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതേസമയം സർക്കാരാകട്ടെ ഈ വിഷയത്തിൽ ഇത്തരത്തിൽ അപകടം സംഭവിച്ചുവെന്നും 40 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട കാര്യവും ഹൈക്കോടതിയെ അറിയിക്കാൻ സർക്കാരും ഒരുങ്ങുന്നുണ്ട്. അങ്ങനെ ഇന്ന് കോടതിയിലേക്ക് ഈ ഹർജി എത്തുമ്പോൾ അവിടെ സ്വീകരിക്കുന്ന നിലപാട് അത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ തുടർ നടപടിയുമായി മുന്നോട്ട് പോയാൽ മതി എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. ചാടിക്കയറി വിജയെ പ്രതി ചേർത്തുകൊണ്ട് കേസെടുക്കുക എന്നൊരു നിലപാടിലേക്ക് പോകുന്നില്ല. നേരത്തെ കേസെടുത്തവരെ പ്രതി ചേർത്തവരെ ആകട്ടെ അവരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സമീപനത്തിലേക്കും പോകുന്നില്ല. കോടതിയുടെ നിലപാട് കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഒരു തുടർ നടപടി ഉണ്ടാവുക. ഉന്മേഷ്, അതുപോലെ തന്നെ ഈ പരിക്കേറ്റ 51 പേർ ഇന്നലെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലുണ്ടായിരുന്നു. അതിൽ കരൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ഒരാളുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. ബാക്കിയുള്ളവരുടെ അവസ്ഥയിൽ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഇന്നലെ ജുഡീഷ്യൽ കമ്മീഷൻ അടക്കം ഈ അപകടം നടന്ന മേഖലയിലെത്തി വിശദമായ പരിശോധനകൾ നടത്തിയിരുന്നു. ഇന്ന് കൂടുതൽ പേരുടെ മൊഴിയടക്കം രേഖപ്പെടുത്തുകയും ചെയ്യും. അതിനിടെ ഈ വിജയ് പ്രസംഗിക്കുന്നതിനിടയ്ക്കൊക്കെ ആളുകൾ കുഴഞ്ഞു വീണു എന്ന തരത്തിലുള്ള ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അവിടുത്തെ ദൃശ്യങ്ങളും CCTV ദൃശ്യങ്ങളും അടക്കം ശേഖരിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ഈ അപകടത്തിന് ഇരയായവരുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടായിരിക്കും ജുഡീഷ്യൽ കമ്മീഷന്റെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കൽ ഉണ്ടാവുക. എന്തായാലും അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ജുഡീഷ്യൽ കമ്മീഷനുള്ളത്. ഉന്മേഷ്, ക്രിസ്റ്റീന. സൂരജ്, ഒരു കാര്യം കൂടെ, കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് പരിക്കേറ്റവരെ കാണുമെന്ന വാർത്തയും വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രി എന്തായിരിക്കും ടിവികെയും അതുപോലെ തന്നെ DMKയുമായി ബന്ധപ്പെട്ടൊരു പരാമർശം നടത്തുക എന്ന് ഉറ്റുനോക്കുന്നുണ്ട്. ഈ അപകടം നടന്ന ഇത്രയും സമയമായിട്ടും വിജയ് അതിൽ നേരിട്ടുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. ഈ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ആ 2 പോസ്റ്റുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ വിജയുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടാകുന്നില്ല. BJP ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടല്ലോ. തീർച്ചയായും ക്രിസ്റ്റീന, അതായത് ഈ നിർമ്മലാ സീതാരാമൻ ഇവിടെ എത്തുന്നതോടുകൂടി സ്വാഭാവികമായും DMKക്കും അതോടൊപ്പം തന്നെ വിജയ്ക്കുമെതിരെ രൂക്ഷമായ വിമർശനത്തിന് തന്നെയാണ് ഒരു സാധ്യത കാണുന്നത്. കാരണം വിജയ് ഇതുവരെയും ഈ വിഷയത്തിൽ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. ഇന്നലെ എടപ്പാടി പളനിസ്വാമി ആകട്ടെ ഈ ആശുപത്രിയിലെത്തി ഈ പരിക്കേറ്റവരെയും അതുപോലെ തന്നെ മരിച്ചവരുടെയും കുടുംബാംഗങ്ങളെ കണ്ടതിന് ശേഷം എടപ്പാടി പളനിസ്വാമി നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. അതോടൊപ്പം എടുത്ത നിലപാടുണ്ട്. അത് പോലീസിനെയും DMKയും സർക്കാരിനെയും ഒരുപോലെ ഈ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു സമീപനമായിരുന്നു. പോലീസിന് ഈ വിഷയത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. 10,000 പേരുടെ പരിപാടി നടത്താനാണ് അനുമതി നൽകിയതെങ്കിൽ പോലും ഇതിലൊരു പോലീസിന്റെ സുരക്ഷാ വീഴ്ച ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എടപ്പാടി പളനിസ്വാമി അടക്കം ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്നലെ സ്വതന്ത്ര അന്വേഷണം വേണം എന്നുള്ളതായിരുന്നു ഇവരുടെ സമീപനം. BJP ആകട്ടെ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു സ്വതന്ത്ര അന്വേഷണം വേണം എന്നുള്ളതാണ് അവരും ചൂണ്ടിക്കാണിക്കുന്നത്. ഈ TVKയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ഉയർത്തുന്ന ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് ഒരു സ്വതന്ത്ര അന്വേഷണം നടത്തിക്കൊണ്ട് ഇതിന് പിന്നിൽ അട്ടിമറിയുണ്ടോ അതോടൊപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകളുണ്ടോ എന്നുള്ളത്
എന്നുള്ളത് എണ്ണി പറയണം എന്നൊരു ആവശ്യം തന്നെയാണ്. നിർമ്മല സീതാരാമനും സ്വാഭാവികമായും ആ സമീപനം തന്നെയായിരിക്കും സ്വീകരിക്കുക. ക്രിസ്റ്റിന പറഞ്ഞതുപോലെ തന്നെ ഈ അപകടത്തിന് തൊട്ടു പിന്നാലെ വിജയ് ഈ സംഭവ സ്ഥലത്ത് നിന്ന് സ്വന്തം വീട്ടിലേക്ക് മടങ്ങുന്നു. അതിനുശേഷം ഒരു എക്സ്പോസ്റ്റ് നടത്തിയതൊഴിച്ചാൽ പിന്നീട് ഇങ്ങോട്ട് വിജയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണവും ഉണ്ടാകുന്നില്ല. ധനസഹായം പ്രഖ്യാപിച്ചു, കുടുംബങ്ങൾക്ക് 20 ലക്ഷം രൂപ, മരിച്ച കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ചതൊഴിച്ചാൽ പരസ്യമായി മാധ്യമങ്ങളെ കണ്ട ഈ വിഷയത്തിൽ തന്റെ നിലപാട് വിശദീകരിക്കുന്നില്ല. സാധാരണ സിനിമയിലൊക്കെ ഏതെങ്കിലും ഒരു അപകടമുണ്ടായാൽ രക്ഷകനായി അവതരിക്കുന്ന നായകൻ ഇവിടെ റിയലായ ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് റിയൽ ഹീറോ ആയി മാറിയില്ല എന്നുള്ളത് പൊതുജനങ്ങളുടെ പൊതുവികാരമാണ്. അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമായി തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിലൊക്കെ പ്രാദേശിക ബന്ധമായിരുന്നു അത്രമാത്രം. അതായത് മുഴുവൻ കടകളും അടഞ്ഞു കിടക്കുന്ന ഒരു സമീപനത്തിലേക്കൊക്കെ പോയി. അത് അവരുടെ ഇഷ്ടപ്പെട്ട താരത്തിൻ്റെ വരവിനെ തുടർന്നുണ്ടായ ഒരു അപകടം. ആ അപകടത്തിൽ ഒരു ബന്ദിലേക്കടക്കം, ഇത്രയും പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ബന്ദിലേക്കടക്കം പോയപ്പോൾ അത് വലിയ രീതിയിൽ ഈ ജനങ്ങൾ ഏറ്റെടുക്കുന്നു. അതായത് വിജയ്ക്കെതിരെ ഈ വിഷയത്തിൽ ഒരു പൊതുവികാരം രൂപപ്പെട്ടു വരുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു നീക്കം TVKയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. ക്രിസ്റ്റിന, ഉന്മേഷ്. ശരി, സൂരജ് സജ്ജിയാണ് വിശദാംശങ്ങളുമായി കരൂരിൽ നിന്ന് ചേർന്നത്. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കും. സർക്കാർ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ നൽകാത്തതും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വിഹിതം അനുവദിക്കാത്തതും ചൂണ്ടിക്കാണിച്ചാകും വിഷയം ഉന്നയിക്കുക. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സുതാര്യമായി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുള്ള സർക്കാർ പ്രമേയവും സഭയിൽ അവതരിപ്പിക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ഉമേഷ്, വെരി ഗുഡ് മോർണിംഗ്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സഭ ചേരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കാനുള്ളൊരു സാധ്യത? പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില തകർന്ന രീതിയിലാണ് എന്നുള്ള കാര്യം ഉന്നയിക്കും. ഒപ്പം തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടികൾ എന്തൊക്കെയാണ് സഭയിൽ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ് ഉന്മേഷ്. എന്തായാലും നിയമസഭ വീണ്ടും ചേരുകയാണ്. ഏറ്റവും സുപ്രധാനമായി ഇന്ന് ഒരുപക്ഷെ അടിയന്തര പ്രമേയമായി മുന്നോട്ട് കൊണ്ടുവരാൻ സാധ്യതയുള്ളത് സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പോവുകയാണ്. അതോടൊപ്പം തദ്ദേശ സ്ഥാപനങ്ങൾക്കും സർക്കാർ ജീവനക്കാർക്കുമുള്ള ആനുകൂല്യങ്ങൾ അത് നൽകുന്നില്ല, തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് നൽകുന്നില്ല. ഇതെല്ലാം അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി കഴിഞ്ഞ കുറച്ച്, അതായത് ഈ സഭാ കാലയളവിൽ അടിയന്തര പ്രമേയങ്ങൾ തുടർച്ചയായി ചർച്ചയ്ക്കെടുക്കുന്ന സാഹചര്യമുണ്ട്. ഒരുപക്ഷെ ഈ വിഷയവും ചർച്ചയ്ക്കുള്ള അനുമതി ഭരണപക്ഷം നൽകിയാൽ അത് ചർച്ചയിലേക്ക് കടക്കും. ഒരുപക്ഷെ ശൂന്യവേള കഴിഞ്ഞ ശേഷം ഇത് വിഷയം ചർച്ചയിലേക്ക് കടക്കാനുള്ള സാധ്യത, അനുമതി നൽകിയാൽ ചർച്ചയിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാലും പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത് ഇത്തരത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പോകുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആ സാമ്പത്തിക പ്രതിസന്ധി പിടിച്ചു നിർത്താനുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല. എന്നാൽ ദൂർത്തും അമിത ചെലവും അതൊരു ഭാഗത്ത് വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ള ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കും. സ്വാഭാവികമായി ഭരണപക്ഷം കേന്ദ്ര സർക്കാർ നിലപാടുകളെ വിമർശിച്ചുകൊണ്ടായിരിക്കും ഇതിനെ നേരിടാൻ പോകുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളൊപ്പം ഇപ്പോൾ GST കുറച്ചതടക്കം സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിലുണ്ടാകുന്ന പ്രതിസന്ധി, ഇവയെല്ലാം ഭരണപക്ഷം ന്യായീകരണങ്ങളായി നിരത്തുകയും ചെയ്യും. എന്തായാലും സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രമേയം, ഔദ്യോഗിക പ്രമേയമായി തന്നെ ഇന്ന് നിയമസഭയിൽ വരുന്നുണ്ട്. മുഖ്യമന്ത്രിയാണ് ഈ പ്രമേയം അവതരിപ്പിക്കുന്നത്. പ്രമേയത്തെ പ്രതിപക്ഷവും പിന്താങ്ങും. SIR അത് നടപ്പാക്കുമ്പോൾ വളരെ സുതാര്യമായി നടപ്പാക്കണമെന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രമേയം പാസ്സാക്കുന്നത്. എന്തായാലും ആ പ്രമേയത്തെ പ്രതിപക്ഷവും അനുകൂലിച്ചുകൊണ്ടായിരിക്കും ഈ സഭയിൽ പാസ്സാക്കുക. ക്രിസ്റ്റീന, ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അനുമതിയില്ലാതെ ശബരിമല ദ്വാരപാലക സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയ സ്വർണ്ണപ്പാളികൾ സന്നിധാനത്തെത്തിച്ചെന്ന് സർക്കാർ കോടതിയെ അറിയിക്കും. കാണാതായ സ്വർണ്ണപ്പീഠം സ്പോൺസറുടെ ബന്ധുവീട്ടിൽ നിന്ന് കണ്ടെത്തി എന്ന റിപ്പോർട്ട് ദേവസ്വം വിജിലൻസ് കൈമാറും. ശ്രീലക്ഷ്മി ബി പിള്ളയാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീലക്ഷ്മി, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ കാര്യങ്ങളിൽ ദേവസ്വം ബോർഡ് ഹൈക്കോടതി അറിയിക്കും? ഗുഡ് മോർണിംഗ് ഉന്മേഷ് ആൻഡ് ക്രിസ്റ്റീന. ഇന്ന് അനുമതിയില്ലാതെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയ സംഭവത്തിൽ, അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ സംഭവത്തിൽ ഹൈക്കോടതി ഇന്ന് ഹർജികൾ പരിഗണിക്കുന്നത്. എന്നാൽ സർക്കാർ അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞ് സന്നിധാനത്തേക്ക് സ്വർണ്ണപ്പാളികൾ തിരിച്ച് എത്തിച്ചതായി ഇന്ന് കോടതിയെ അറിയിക്കും. എന്നാൽ ഇന്നലെ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. പീഠങ്ങൾ, 2 പീഠത്തിൽ ഒരു പീഠം കാണാതായി എന്നുള്ള പരാതിയുമായി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി രംഗത്തെത്തിയിരുന്നു. തുടർന്ന് ഉണ്ണികൃഷ്ണന്റെ പരാതിയിൽ വിജിലൻസ് അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ ഈ അന്വേഷണം ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണന്റെ സഹോദരിയുടെ വീട്ടിലാണ്. ഇന്നലെ സഹോദരിയുടെ വീടായ വെഞ്ഞാറമൂട്ടിൽ വിജിലൻസ് പരിശോധന നടത്തുകയും ആ പരിശോധനയിൽ പീഠം കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ വിജിലൻസ് മറ്റൊരു കാര്യം കൂടി അന്വേഷണത്തിൽ
കണ്ടെത്തിയിട്ടുണ്ട്. 2021 വാസുദേവൻ എന്ന ആളുടെ, കോട്ടയം സ്വദേശിയായ വാസുദേവൻ എന്ന ആളുടെ വീട്ടിൽ ഈ പീഠം സൂക്ഷിച്ചിരുന്ന കാര്യം, പിന്നീട് ഈ വാസുദേവനെ ചോദ്യം ചെയ്തപ്പോൾ വാസുദേവൻ പറഞ്ഞ കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് തന്നോട് പറഞ്ഞത് ഈ പീഠം തൻ്റെ വീട്ടിൽ വെക്കണമെന്നും തൻ്റെ കൈവശം വെക്കണമെന്നും ഉള്ള കാര്യം. പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റി വാർത്തകൾ വന്നപ്പോൾ ഈ പീഠം തൻ്റെ വീട്ടിൽ നിന്ന് മാറ്റാൻ വാസുദേവനോട് ആവശ്യപ്പെടുകയുണ്ടായി. പിന്നീട് ഈ പീഠം വാസുദേവൻ ഉണ്ണികൃഷ്ണന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. എന്നാൽ ഈ വാസുദേവന്റെ ഈ മൊഴി, വിജിലൻസിന് വാസുദേവൻ നൽകിയിരിക്കുന്ന ഈ മൊഴി ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ തള്ളിയിരിക്കുകയാണ്. താൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ലെന്നും തനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള അറിവില്ലെന്നുമാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വിജിലൻസിന് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇന്ന് വിജിലൻസ് ഈ റിപ്പോർട്ടും കോടതിയിൽ ഹാജരാക്കും. ഉന്മേഷൻ, ക്രിസ്റ്റീന. കഴിഞ്ഞ ദിവസം ഏറെ നിർണായകമായ കണ്ടെത്തലായിരുന്നു സ്പോൺസറും ഈ വിഷയത്തിൽ പരാതിക്കാരനുമായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഈ പീഠം കണ്ടെടുത്തു എന്നത്. എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഒരു പരാതി ഉന്നയിച്ചു, ഈ വിഷയത്തിലൊക്കെ ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട്. ആ സമയത്താണ് ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജി നിർണായകമാകുന്നത്. ശ്രീലക്ഷ്മിയാണ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേർന്നത്. കോഴിക്കോട് അടിവാരത്ത് മദ്യലഹരിയിൽ യുവാക്കളുടെ ആക്രമണം, 2 പേർക്ക് പരിക്കേറ്റു. പ്രതികളായ സഫ്നാസ്, ഷമീർ എന്നിവരെ കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് മിഥില ബാലനാണ് ചേരുന്നത്. മിഥില, ഗുഡ് മോർണിംഗ്. എപ്പോഴായിരുന്നു ഈ സംഭവം? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ഉന്മേഷ്, ഗുഡ് മോർണിംഗ്. ഇന്നലെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഇന്നലെ രാവിലെയും വൈകിട്ടുമായി 2 ഇടങ്ങളിൽ വെച്ചാണ് ഈ ഒരു സംഭവം. 2 സമയത്താണ് മദ്യലഹരിയിലായിരുന്ന യുവാക്കളുടെ ആക്രമണമാണ് ഉണ്ടായത്. 2 പേർക്കാണ് പരിക്കേറ്റുള്ളത്. ഈ ആക്രമിച്ച 2 പ്രതികളും ഇപ്പോൾ താമരശ്ശേരി പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അശ്ലീല പദം ഉപയോഗിച്ച് ബഹളം വെച്ചത് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കമുണ്ടായത്. ആദ്യം ബാബുവിനാണ് പരിക്കേറ്റുള്ളത്. ബാബു എന്നത് അടിവാരത്തെ ഒരു ചുമട്ട് തൊഴിലാളിയാണ്. ഒപ്പം തന്നെ അടിവാരം പാലക്കുന്നേൽ ഫസലിന് പരിക്കേറ്റത് വൈകിട്ടാണ്. ഈ 2 സംഭവങ്ങളിൽ ഫസലിന് മർദ്ദനമേറ്റതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഈ ഒരു പ്രത്യേകതരം ഒരു ഉപകരണം, കയ്യിൽ മുറുകെ പിടിച്ച് ഇടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഉപകരണം ഉപയോഗിച്ചാണ് ഫസലിനെ മർദ്ദിച്ചത്. ഫസലിന്റെ തലയ്ക്ക് പിന്നിൽ ഗുരുതരമായ പരിക്കേറ്റുണ്ട്. ഇനി ബാബുവിന്റെ മൊഴി രാവിലെ രേഖപ്പെടുത്തി. ബാബുവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ താമരശ്ശേരി പോലീസ് കേസെടുക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തുതന്നെയാലും 2 സമയത്ത്, അതായത് ഇന്നലെ രാവിലെയും ഇന്നലെ വൈകിട്ടുമാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഈ സംഭവത്തിൽ 2 പേർക്ക് പരിക്കേറ്റുണ്ട്. 2 പ്രതികളും ഇപ്പോൾ പിടിയിലാവുകയും ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റീന, ഉന്മേഷ്. ശരി, മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. പൊതുജനങ്ങളുമായി ആശയവിനിമയം നടത്താൻ ഇനി പുതിയ സംവിധാനം. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും CM വിത്ത് മീ എന്ന പേരിൽ സിറ്റിസൺ കണക്ട് സെന്റർ പ്രവർത്തനം തുടങ്ങും. മുഖ്യമന്ത്രി ഇന്ന് സെന്റർ ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി വീണ്ടും ചേരുകയാണ് ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, വെരി ഗുഡ് മോർണിംഗ്. പൊതുജന പങ്കാളിത്തത്തോടുകൂടി ഭരണ സംവിധാനം അത് സമഗ്രമാക്കാനും കുറ്റമറ്റതാക്കാനുമുള്ള ഒരു പ്രയത്നം എന്ന രീതിയിലാണല്ലോ മുഖ്യമന്ത്രി ഇത് അവതരിപ്പിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ്, എപ്പോഴാണ് ഉദ്ഘാടനം? വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് അഗൈൻ. എന്തായാലും ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം അത് നടപ്പാക്കുകയാണ്. അതായത് പൊതുജനങ്ങളെ കേൾക്കുക, പൊതുജനങ്ങളുടെ ആശയങ്ങൾ ഉൾക്കൊള്ളുക, പൊതുജനങ്ങൾക്കുള്ള പരാതികൾ കേൾക്കുക, പൊതുജനങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ കേൾക്കുക, അതിനനുസരിച്ച് സർക്കാർ മുന്നോട്ട് പോവുക എന്നുള്ള ആശയം നടപ്പാവുകയാണ്. സമഗ്ര സിറ്റിസൺ കണക്ട് എന്ന രീതിയിൽ ഒരു സിറ്റിസൺ കണക്ട് സെന്റർ ആരംഭിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടപ്പാക്കുന്നത്. CM വിത്ത് മീ എന്നാണ് ഈ പദ്ധതിയുടെ നിലവിലെ പേര്. നിലവിൽ PRDക്കാണ്, അതായത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിനാണ് ഇതിൻ്റെ നടത്തിപ്പ് ചുമതല. ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ അടക്കമുള്ളവ കിഫ്ബി വഴിയാണ് നടപ്പാക്കുന്നത്. ഇതിനൊരു ടോൾ ഫ്രീ നമ്പർ ഉണ്ടാകും. 1800-4256-789 എന്ന ടോൾ ഫ്രീ നമ്പറിൽ എപ്പോൾ വേണമെങ്കിലും പൊതുജനങ്ങൾക്ക് വിളിച്ച് തങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും എല്ലാം പങ്കുവയ്ക്കാം. ഒപ്പം സർക്കാർ പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളും ചോദിക്കാം. ഒപ്പം പരാതികൾ അറിയിക്കുകയാണെങ്കിൽ അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഈ പരാതികൾ കൈമാറുകയും ചെയ്യും. നിലവിൽ 55ഓളം ഉദ്യോഗസ്ഥരെയാണ് ഡെപ്യൂട്ടേഷനിലൂടെ ഇവിടെ നിയമിക്കുന്നത്. 2 KS ഉദ്യോഗസ്ഥരുടെ കീഴിലായിരിക്കും ഈ മറ്റ് കാര്യങ്ങൾ, അതായത് PRD ആണ് നടത്തിപ്പെങ്കിലും 2 KS ഉദ്യോഗസ്ഥരുടെ കീഴിലായിരിക്കും സിറ്റിസൺ കണക്റ്റിൻ്റെ പൂർണ്ണമായ പ്രവർത്തനം നടക്കുക. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന്, അതായത് റവന്യൂ, ആരോഗ്യം തുടങ്ങിയ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള വിവിധ ഉദ്യോഗസ്ഥർ ഇതിൻ്റെ ഭാഗമാവും. എന്തായാലും സർക്കാരിൻ്റെ ഏറ്റവും പുതിയ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും പുതിയൊരു നീക്കം. സാധാരണ PRD വഴിയാണ് ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ ജനങ്ങളോട് ആശയവിനിമയം നടത്താനും എല്ലാം ഉപയോഗിച്ചിരുന്നത്. ആ PRD വഴി തന്നെയാണ് ഒരു സമഗ്ര സിറ്റിസൺ കണക്ട് എന്ന രീതിയിൽ ഒരു പുതിയ സംവിധാനത്തിലേക്ക് പോകുന്നത്. ക്രിസ്റ്റീന, ഉന്മേഷ്. അമേരിക്കയിലെ മിഷിഗണിൽ പള്ളിയിൽ വെടിവെപ്പ്, 4 പേർ കൊല്ലപ്പെട്ടു.
വിവരങ്ങളുമായി അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര ചേരുന്നു. മധു, ഗുഡ് ഈവനിംഗ്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇത്തരത്തിലുള്ള വെടിവയ്പ് വാർത്തകൾ വരുന്നുണ്ട്. ഇതിപ്പോൾ ഒരു പള്ളിയുടെ മുമ്പിലാണ് 40-കാരനായ അക്രമി വന്ന് ഈ വെടിവയ്പ് നടത്തിയെന്ന് പറയുന്നു. 4 പേർ കൊല്ലപ്പെട്ടു, 8ഓളം പേർക്ക് പരിക്കുണ്ടെന്നാണ് മനസ്സിലാക്കാനാവുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇയാളെ പിടികൂടാനായോ? ഇയാളുടെ ഒരു ഹിസ്റ്ററി എന്താണെന്ന് മനസ്സിലാക്കാനായോ? മോർണിംഗ് ക്രിസ്റ്റീന. ഉന്മേഷ്, മിഷിഗണിലെ മോർമോൺ ചർച്ചിൽ നടന്ന വെടിവെപ്പിൽ 4 പേർ കൊല്ലപ്പെട്ടെന്നാണ് പോലീസ് പറയുന്നത്. 5 പേർന്ന് സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. 8 പേർക്ക് പരിക്കേറ്റെന്നാണ് ആദ്യ റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഇതിൽ ഈ മരിച്ചവരിൽ 2 പേര് പള്ളിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. പിന്നീട് ഈ തീയിൽപ്പെട്ടാണ് 2 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. ഇന്ന് രാവിലെ പ്രാദേശിക സമയം 10:25 കൂടിയാണ് ഈ വെടിവെപ്പ് നടന്നത്. നോർത്ത് ഡിട്രോയിറ്റിൽ നിന്ന് ഏതാണ്ട് 50 മൈൽ അകലെയുള്ള ഗ്രാൻഡ് ബ്ലാങ്കിലുള്ള ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന പള്ളിയിലാണ് ഈ വെടിവെപ്പ് നടന്നത്. വെടിവെച്ചതിന് ശേഷം അക്രമി പള്ളിക്ക് തീയിടുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ പേര് തോമസ് ജേക്കബ് സാൻഫോർഡ് എന്നാണ്. ഇദ്ദേഹം പിന്നെ പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ അദ്ദേഹത്തിനെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു പോലീസ്. അതോടുകൂടിയാണ് ഈ സംഭവം നിയന്ത്രണ വിധേയമായത്. പ്രാർത്ഥനയ്ക്കിടയിലായിരുന്നു ഈ സംഭവം നടന്നത്. പള്ളിയിലേക്ക് ഇദ്ദേഹം വാഹനം ഓടിച്ചെത്തി അപ്രതീക്ഷിതമായിട്ട് വെടിയുതിർക്കുകയായിരുന്നാണ് പോലീസ് പറയുന്നത്. പിന്നീടാണ് ഇദ്ദേഹം പള്ളിക്ക് തീയിട്ടത്. ഇദ്ദേഹം മുൻ US സൈനികനായിരുന്നു. ഇറാഖിലെ യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത ഒരാളായിരുന്നു. ഈ സംഭവത്തിൽ പ്രതികരിച്ചുകൊണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിയിട്ടുണ്ട്. സാഹചര്യം വിലയിരുത്തി FBI ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. അതുപോലെ ലോക്കൽ പോലീസിനൊക്കെയുള്ള സഹായം നൽകുന്നു. ട്രംപ് പറയുന്നത് അമേരിക്കയിൽ ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള മറ്റൊരു ആക്രമണമായി വേണം ഇതിനെ വിലയിരുത്തുവാൻ. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് അറുതി വേണമെന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. കൃഷ്ണ, ഉന്മേഷ്. ശരി. മിഷിഗണിലെ പള്ളിയിൽ വെടിവെച്ചതിന് ശേഷം പള്ളിക്ക് തീയിടുകയായിരുന്നു അക്രമി. വിവരങ്ങൾ നൽകിയത് മധു കൊട്ടാരക്കരയാണ്, ന്യൂജേഴ്സിയിൽ നിന്ന്. 2014 2000-ലധികം ഇന്ത്യക്കാർ ജോലി ചെയ്തിരുന്ന യമനിൽ ഇപ്പോഴുള്ളത് വിരലിൽ എണ്ണാവുന്ന ഇന്ത്യക്കാർ മാത്രമാണ്. ഒരു കാലത്ത് ഇന്ത്യയിൽ നിന്നുള്ള നഴ്സസും ബിസിനസ്സുകാരും ധാരാളമുണ്ടായിരുന്ന യമനിൽ നിന്ന് 2014-ലെ ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് ആയിരക്കണക്കിന് ഇന്ത്യക്കാരാണ് നാട്ടിലേക്ക് മടങ്ങിയത്. എന്നാൽ യമനിലെ ഇന്ത്യൻ പ്രവാസികളുടെ ഓർമ്മകളുമായി തലസ്ഥാനമായ സനായിൽ ന്യൂഡൽഹി ഇന്ത്യൻ റെസ്റ്റോറന്റ് എന്ന പേരിൽ ഇപ്പോഴും ഒരു റെസ്റ്റോറന്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി അൻവർ പാലേരി യമൻ തലസ്ഥാനമായ സനയിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മറ്റേതൊരു വിദേശ രാജ്യത്തെയും പോലെ യമൻ തലസ്ഥാനമായ സനായിലും ഇന്ത്യക്കാർ ധാരാളമായി ജോലി ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. നഗരത്തിൽ പലയിടങ്ങളിലും മലയാളികളടക്കം നിരവധി ഇന്ത്യക്കാർ റെസ്റ്റോറന്റുകളും മറ്റ് ബിസിനസ്സുകളും നടത്തി ജീവിതം കരുപ്പിടിപ്പിച്ച നല്ല കാലം യമൻ തലസ്ഥാന നഗരിയിൽ ജീവിക്കുന്ന 100-ൽ താഴെയുള്ള ഇന്ത്യക്കാർക്ക് ഇപ്പോഴും ഗൃഹാതുരതയുണർത്തുന്ന ഓർമ്മകളാണ്. യമനിലെ വിവിധ നഗരങ്ങളിൽ ഉൾപ്പെടെ വിദ്യാർത്ഥികളടക്കം 10,000-കണക്കിന് ഇന്ത്യക്കാർ ഉണ്ടായിരുന്നതായാണ് പഴയ കണക്കുകൾ. വർത്തമാനകാലത്ത് വാർത്തകളിൽ നിറഞ്ഞു നിന്ന മലയാളി നഴ്സ് നിമിഷപ്രിയ ജോലി ചെയ്തിരുന്ന ഈ സർക്കാർ ആശുപത്രിയിൽ മാത്രം 200-ലേറെ ഇന്ത്യൻ നഴ്സുമാർ ജോലി ചെയ്തിരുന്നതായി ഇവിടെയുള്ളവർ പറയുന്നു. 2025 മുമ്പ് 4000 ഇന്ത്യക്കാരുണ്ടായിരുന്ന യമനിൽ 1000-ലധികം പേരും കേരളത്തിൽ നിന്നുള്ള നഴ്സുമാരായിരുന്നു. കഴിഞ്ഞ 28 വർഷമായി സനായിലെ അല്ലമ്മാൻ സ്ട്രീറ്റിൽ ന്യൂഡൽഹി ഇന്ത്യൻ റെസ്റ്റോറന്റ് നടത്തുന്ന ലക്നോ സ്വദേശി മുഹമ്മദ് ത്വൽഹ ആ നാളുകൾ ഇപ്പോഴും ഓർത്തെടുക്കുന്നു. യുദ്ധവും ആഭ്യന്തര സംഘർഷങ്ങളുമെല്ലാം ഒരുപാട് കൺമുന്നിലൂടെ കടന്നുപോയെങ്കിലും യമൻ ജനതയെ ഇപ്പോഴും ചേർത്ത് പിടിക്കുന്ന അദ്ദേഹത്തിന് നഷ്ടങ്ങളുടെ കണക്കുകൾ ഓർത്തെടുത്തു പറയാൻ താല്പര്യമില്ല. എന്നാൽ യമനിലെ സാധാരണക്കാരുടെ ഇന്ത്യക്കാരോടുള്ള നല്ല പെരുമാറ്റത്തെക്കുറിച്ചും ശുദ്ധ പ്രകൃതത്തെക്കുറിച്ചും അദ്ദേഹം വാതോരാതെ സംസാരിക്കും. लोग अच्छा है यमन का, बुरा नहीं है यमन का, लोग अच्छा है. बस थोड़ा लोग गरीब है और जो थोड़ा गरीब है वो बहुत गरीब है और जो अमीर है उसको मालूम नहीं उसके पास क्या क्या है. जैसे अपने इंडिया में है कि एक तबका जो है बहुत गरीब है और एक जो है मिडल है और एक के पास इतना है कि मालूम है. यमन का सेम है. ആഭ്യന്തര സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് സനായിലെ ഇന്ത്യക്കാരെ മുഴുവൻ നാട്ടിലെത്തിച്ചതിന് പിന്നാലെ ഇന്ത്യൻ എംബസി പ്രവർത്തനം അവസാനിപ്പിച്ചെങ്കിലും മറ്റു നയതന്ത്ര സംവിധാനങ്ങൾ വഴി ഇപ്പോഴും ഇവിടെയുള്ള ഇന്ത്യക്കാർക്ക് അത്യാവശ്യം വേണ്ട സേവനങ്ങൾ ലഭ്യമാക്കുന്നുണ്ടെന്നും മുഹമ്മദ് ത്വൽഹ പറയുന്നു. അതേസമയം ഇന്ത്യക്കാർക്ക് യമനിലേക്ക് പ്രവേശനം വിലക്കിയതിനാൽ നാട്ടിലേക്ക് പോകാനും വരാനുമുള്ള ബുദ്ധിമുട്ടുകൾ ഇദ്ദേഹത്തെ പോലെ ഇപ്പോഴും യമനിൽ അവശേഷിക്കുന്ന ഇന്ത്യക്കാരെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. अभी परेशानी है क्योंकि आने जाने में परेशानी है. एयरपोर्ट खुला हुआ नहीं है, अडेंका खुला है, सना का कभी खुलता है बंद हो जाता है. बाकी यहाँ पर रहने में और काम करने में, जॉब करने में, बिजनेस करने में कोई प्रॉब्लम नहीं है. यमन के लोग बहुत अच्छे हैं. अब कुछ लोग बुरे भी होते हैं तो है ही हैं, वो तो हर जगह पे हैं. और अच्छाई जो यमन के अंदर है वो है कि ईगो नहीं है इनके अंदर, अच्छे हैं लोग.
എന്നാലും മുഹമ്മദ് തൊൽഹ എന്ന ഈ ഇന്ത്യക്കാരൻ ഇപ്പോഴും പ്രതീക്ഷയിലാണ്. എല്ലാ സംഘർഷങ്ങളും നീങ്ങി നാളെ തന്റെ റെസ്റ്റോറന്റിൽ ഇന്ത്യൻ ഭക്ഷണം കഴിക്കാനെത്തുന്നവരുടെ തിരക്ക് ഒരിക്കൽ കൂടി കാണാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷ. യമൻ തലസ്ഥാനമായ സനായിൽ നിന്നും അൻവർ പാലേരി, 24. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിർണായക ചർച്ച ഇന്ന് വൈറ്റ് ഹൌസിൽ. ഗസയിലെ ആക്രമണത്തിനെതിരായ ലോകവ്യാപക പ്രതിഷേധത്തിന് മുന്നിൽ ഇസ്രായേൽ ഒറ്റപ്പെട്ടതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച. ഗസയിൽ വെടിനിർത്തൽ ഉടൻ ഉണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു. 2 ഇസ്രായേൽ ബന്ദികളുടെ ജീവൻ അപകടത്തിലാണെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകി. ഗസയിൽ കൂട്ടക്കുരുതി തുടർന്ന് ഇസ്രയേൽ 24 മണിക്കൂറിനിടെ 60-ലധികം പേർ കൊല്ലപ്പെട്ടു. പതിവ് പോലെ ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇസ്രയേൽ ആക്രമണം. അതേസമയം പുതിയ വെടിനിർത്തൽ മാർഗരേഖ തയ്യാറാക്കുകയാണെന്നും വൈറ്റ് ഹൌസുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. വെടിനിർത്തലുമായി ബന്ധപ്പെട്ട 21 പദ്ധതികളെക്കുറിച്ച് ഹമാസിന് അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് വിവരം. ഹമാസിനെ നിരായുധീകരിക്കുന്നതിനോടൊപ്പം ബന്ദികളെ ഇസ്രയേലിന് കൈമാറുക എന്നതാണ് 21 പദ്ധതിയിലെ പ്രധാന ഉപാധി. ഗസയിൽ ഇടക്കാല സർക്കാർ വരികയും സർക്കാരിന് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ നേതൃത്വം നൽകും എന്നതും പദ്ധതിയുടെ ഭാഗമായി വരുന്നു. ഈ ആവശ്യങ്ങളോട് ഹമാസ് എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് നിർണായകം. വിഷയത്തിൽ അറബ് രാജ്യങ്ങളുടെ ഇടപെടലും ലോകം ആകാംക്ഷയോടെ നോക്കിക്കാണുകയാണ്. ചർച്ചകളുടെ ഭാഗമായി ഇസ്രയേലിലെ US അംബാസിഡർ മൈക്ക് ഹക്കബി ഈജിപ്ത് സന്ദർശിക്കും. അതേസമയം ഗസയിലേക്ക് സഹായവുമായി പുറപ്പെട്ട ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില കപ്പലിന് നേരെ സൈനിക മുന്നൊരുക്കം ഇസ്രയേൽ ശക്തമാക്കിയിട്ടുണ്ട്. 5 ദിവസത്തിനുള്ളിൽ കപ്പൽ ഗസ തീരത്തെത്തും. ഇന്റർനാഷണൽ ഡെസ്ക്, 24. സൗദിയിൽ ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്താൻ ശക്തമായ പരിശോധന. അനധികൃത ടാക്സി സർവീസുകൾ കേന്ദ്രീകരിച്ചാകും പ്രധാനമായും പരിശോധന. നിയമലംഘകർക്ക് പിഴയും നാടുകടത്തലും ഉൾപ്പെടെയുള്ള ശിക്ഷ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഖദ്ദാദ എന്നറിയപ്പെടുന്ന നിയമവിരുദ്ധ ടാക്സി സർവീസുകൾ കണ്ടെത്താനാണ് സൗദി ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റി പരിശോധന ശക്തമാക്കിയത്. ആവശ്യമായ ലൈസൻസ് നേടാതെ സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിച്ച് യാത്രക്കാരെ കൊണ്ടുപോകുന്നവരെ കേന്ദ്രീകരിച്ചാണ് പരിശോധന. ലൈസൻസ് ഇല്ലാതെ ടാക്സി സർവീസ് നടത്തുക, യാത്രക്കാരെ പ്രലോഭിപ്പിച്ച് വാഹനത്തിൽ കയറ്റുക, യാത്രക്കാരെ പിന്തുടരുക, യാത്രക്കാരുടെ വഴി തടസ്സപ്പെടുത്തുക, അവരെ ആകർഷിക്കാൻ നിശ്ചിത സ്ഥലങ്ങളിൽ ചുറ്റിത്തിരിയുക, കൂട്ടം കൂടുക തുടങ്ങിയവയെല്ലാം നിയമവിരുദ്ധമാണ്. പുതിയ ലാൻഡ് ട്രാൻസ്പോർട്ട് നിയമപ്രകാരം 20,000 റിയാൽ വരെയാണ് നിയമലംഘകർക്ക് ലഭിക്കുന്ന പിഴ. കൂടാതെ വാഹനം 60 ദിവസത്തേക്ക് കണ്ടുകെട്ടും. കുറ്റം ആവർത്തിച്ചാൽ വാഹനം ലേലത്തിൽ വിൽക്കുന്നതുൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കും. വിദേശികളായ നിയമലംഘകരെ നാടുകടത്തുകയും ചെയ്യും. നിയമലംഘനം കണ്ടെത്താൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 24 മണിക്കൂറും പരിശോധനയുണ്ടായിരിക്കുമെന്ന് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. 24 ജിദ്ദ. ഇനി ചില രാജ്യാന്തര വാർത്തകൾ ചുരുക്കത്തിൽ. കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയുടെ വീസ റദ്ദാക്കുമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. നടപടി പെട്രോയുടെ പലസ്തീൻ പിന്തുണയ്ക്ക് പിന്നാലെ. ട്രംപിന്റെ ഉത്തരവ് അനുസരിക്കരുത്, മറിച്ച് മനുഷ്യത്വത്തിന്റെ ഉത്തരവ് അനുസരിക്കൂ എന്നായിരുന്നു പെട്രോയുടെ പ്രതികരണം. പെട്രോ കലാപത്തിന് പ്രേരിപ്പിക്കുകയാണെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. ഇസ്രായേൽ ടീമിനെ ഇറ്റാലിയൻ സൈക്ലിംഗ് മത്സരത്തിൽ നിന്നും പുറത്താക്കി. പൊതുസുരക്ഷയിലുള്ള ആശങ്ക കാരണമാണ് ഇറ്റലിയിലെ ജിറോ ഡെൽ എമിലിയ സൈക്ലിംഗ് മത്സരത്തിൽ നിന്നും ഇസ്രായേൽ ടീമിനെ പുറത്താക്കിയത്. ഇസ്രായേൽ ടീമിന്റെ പങ്കാളിത്തം കാരണം മത്സരം തടസ്സപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്ന് സംഘാടകർ. അമേരിക്കയിലെ പോർട്ട്ലൻഡ് പട്ടണത്തിൽ സൈന്യത്തെ വിന്യസിക്കാൻ ഉത്തരവിട്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നടപടി കുടിയേറ്റ കസ്റ്റംസ് വിഭാഗം ഓഫീസുകളുടെ സംരക്ഷണത്തിനെന്ന പേരിൽ. നീക്കത്തിനെതിരെ വ്യാപക പ്രതിഷേധം. ട്രംപിന്റെ ഇടപെടൽ അനാവശ്യമെന്നും സൈന്യത്തെ ആവശ്യമില്ലെന്നും ഒറിഗൺ ഗവർണർ ടിന കോട്ടക്. വിയറ്റ്നാമിൽ ബുവാലോയ് കൊടുങ്കാറ്റ് ഭീഷണി ആയിരക്കണക്കിന് ആളുകളെ ഒഴിപ്പിച്ചു. ഇതുവരെ ഫിലിപ്പൈൻസിലുണ്ടായ കൊടുങ്കാറ്റിൽ 20 പേരാണ് മരിച്ചത്. വിയറ്റ്നാമിൽ മണിക്കൂറിൽ 133 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റും കനത്ത മഴയും ഉണ്ടാകുമെന്ന് പ്രവചനം. കേരള മീഡിയ അക്കാദമി സംഘടിപ്പിക്കുന്ന പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം ഇന്ന് തുടങ്ങും. വൈകിട്ട് 6-ന് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിലാണ് പരിപാടിയുടെ ഉദ്ഘാടനം. ഇന്ത്യയിലെ പാലസ്തീൻ അംബാസിഡർ അബ്ദുള്ള അബു ഷ്വീഷ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഗസയിലെ മാധ്യമ രക്തസാക്ഷികൾക്ക് ആദരവേകുന്ന ബിഗ് സല്യൂട്ട് ഫോട്ടോ എക്സിബിഷനും സംഘടിപ്പിച്ചിട്ടുണ്ട്. ധനമന്ത്രി KN ബാലഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവർ ചേർന്ന് ഫോട്ടോ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യും. പൊതുസമ്മേളനം നാളെ മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇന്ന് ലോക ഹൃദയ ദിനമാണ്. ഹൃദയ സംബന്ധമായ രോഗങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് എല്ലാ വർഷവും ലോക ഹൃദയ ദിനം ആചരിക്കുന്നത്. വേൾഡ് ഹാർട്ട് ഫെഡറേഷനും ലോകാരോഗ്യ സംഘടനയും സംയുക്തമായാണ് ഈ ദിനാചരണം നടത്തുന്നത്. ഒരു മിടിപ്പും നഷ്ടപ്പെടുത്തരുത് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം.
ലോകത്ത് പ്രതിവർഷം 1.9 കോടിയിലധികം പേരാണ് ഹൃദ്രോഗങ്ങളെ തുടർന്ന് മരിക്കുന്നത്. അതായത് ലോകത്താകെയുള്ള മരണങ്ങളിൽ 32% ഹൃദയസംബന്ധമായ രോഗങ്ങൾ മൂലമാണ്. പുകയിലുപയോഗം, അനാരോഗ്യകരമായ ഭക്ഷണക്രമം, വ്യായാമമില്ലായ്മ തുടങ്ങിയ ശീലങ്ങൾ നിയന്ത്രിക്കാനായാൽ ഈ അകാല മരണങ്ങളിൽ 80% വരെ ഒഴിവാക്കാനാകും. മുൻപ് പ്രായമായവരിൽ മാത്രം കണ്ടിരുന്ന ഹൃദയാഘാതം പോലുള്ള പ്രശ്നങ്ങൾ ഇന്ന് യുവാക്കളിലും വർദ്ധിച്ചു വരികയാണ്. തിരക്കിട്ട ജീവിതത്തിനിടയിലെ മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ്, ഫാസ്റ്റ് ഫുഡ് ശീലങ്ങൾ എന്നിവയെല്ലാം ഹൃദയാരോഗ്യത്തിന് വെല്ലുവിളി ഉയർത്തുന്നു. ആരോഗ്യമുള്ള ഹൃദയത്തിനായി ഓരോ വ്യക്തിയും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പുകവലി ഉപേക്ഷിക്കുക, പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, ഫാസ്റ്റ് ഫുഡ്, മധുരം, ഉപ്പ് എന്നിവ നിയന്ത്രിക്കുക, ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും വ്യായാമത്തിലേർപ്പെടുക, രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും കൃത്യമായി പരിശോധിക്കുകയും നിയന്ത്രിച്ചു നിർത്തുകയും ചെയ്യുക. മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായി വിശ്രമിക്കാനും സന്തോഷിക്കാനുമായി സമയം കണ്ടെത്തുക. ലോക ഹൃദയ ദിനത്തിൽ ഓരോ ഹൃദയമിടിപ്പിന്റെയും പ്രാധാന്യം മനസ്സിലാക്കി ആരോഗ്യകരമായൊരു ജീവിതശൈലി തിരഞ്ഞെടുക്കാൻ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. കാരണം നമ്മുടെ ഹൃദയമാണ് നമ്മുടെ ജീവൻ. റിസർച്ച് ഡെസ്ക് 24. ലോക ഹൃദയദിനം ആചരിച്ച് എറണാകുളം ലിസി ആശുപത്രി ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയവർ ഒന്നിച്ചപ്പോൾ മനോഹരമായ കാഴ്ചയാണ് അവിടെ കണ്ടത്. 24ാമത്തെ വയസ്സിൽ ഇനിയും ജീവിക്കണമെന്നുള്ള പ്രതീക്ഷയുമായാണ് ശ്രുതി ലിസി ആശുപത്രിയിൽ എത്തുന്നത്. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ച് ആദ്യമായി കേൾക്കുന്ന ശ്രുതിക്ക് വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം ശ്രുതിക്ക് പുതുജീവൻ നൽകി. വേദനകളുടെ മനക്കരുത്തിന്റെ ആ 12 വർഷത്തെക്കുറിച്ച് പറയുമ്പോൾ ശ്രുതിയുടെ കണ്ണു നിറയും. ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ ഇതിനു മുമ്പ് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഹാർട്ട് മാറ്റി വെച്ചതിന് ശേഷം എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ഞാൻ ഹാപ്പി ആയിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുവരവ് കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്നറിയാം. അവരൊന്നും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഒരു സഹായഹസ്തമായിട്ട് വരും. ഇനി ഗിരീഷിന്റെ കഥ പറയാം. ഹൃദയതാളം തെറ്റിയാണ് 12 വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിന്റെ അടുത്ത് ഗിരീഷ് എത്തിയത്. ഇന്നൊരു എഞ്ചിനീയറാണ് ഗിരീഷ്. 2 തവണ കഴിഞ്ഞാണ്. 2013 ജൂണിലായിരുന്നു ആദ്യത്തെ. കാർഡിയോളജിക്കലായിട്ടൊരു പ്രോബ്ലം ഇല്ല. ആശങ്കയുടെ നാളുകൾ അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരികെ എത്തിയവർ ലിസി ആശുപത്രിയിൽ ഒന്നിച്ചു. ഹൃദയ സംഗമത്തിൽ ഡോക്ടർ ജോസ് പെരിയപുറം അനുഭവങ്ങൾ പങ്കുവച്ചു. ഹൃദ്രോഗം നമ്മുടെ ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ജീവൻ അപഹരിക്കുന്ന ഒരു രോഗമായിട്ട് മാറിയിരിക്കുകയാണ്. അതിനെ തടയാനുള്ള എഡ്യൂക്കേഷൻ സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് ലോക ഹൃദയ ദിനത്തിനുള്ളത്. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ ഭാഗമായവരെ കാണാൻ സംവിധായകൻ സത്യനന്ദിക്കാടും എത്തിയിരുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും പറയാനുണ്ട് അവരവരുടെ ഹൃദയത്തുടിപ്പുകളെ കുറിച്ചുള്ള കഥകൾ. ക്യാമറമാൻ വിനോദിനൊപ്പം ശ്രീലക്ഷ്മി ബി പിള്ളെ, 24 കൊച്ചി. കണ്ണൂരിലെ ഹൈടെക് PSC കോപ്പിയടിയിൽ അറസ്റ്റിലായ രണ്ടാമനെ ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും. കോപ്പിയടിക്കുന്നതിനിടെ പിടിയിലായ മുഹമ്മദ് സഹദിന്റെ കൂട്ടാളി സബീൽ ആണ് ഇന്നലെ പിടിയിലായത്. ഷർട്ടിന്റെ കോളറിൽ ഘടിപ്പിച്ച മൈക്രോ ക്യാമറയിലൂടെ സഹദ് ചോദ്യങ്ങൾ നൽകിയത് സബീലിനായിരുന്നുവെന്നാണ് കണ്ടെത്തൽ. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പയാണ് ചേരുന്നത്. അരുൺ, ഗുഡ് മോർണിംഗ്. ഇത്തരത്തിൽ ചോദ്യങ്ങൾ പകർത്തി നൽകുന്നു, അത് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിലൂടെ തിരികെ പറഞ്ഞു നൽകുന്നു എന്ന രീതിയിലൊക്കെയാണല്ലോ ഇന്നലെ വിവരങ്ങൾ വന്നത്. ഒപ്പം തന്നെ ഇത് ആദ്യമായാണോ ഇത്തരത്തിലൊരു ഹൈടെക് കോപ്പിയടി നടക്കുന്നത്? മുൻപും ഇവരെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, പ്രത്യേകിച്ച് ഈ കൂട്ടാളിയായ സബീൽ? ക്രിസ്റ്റീന, ഈ സഹദിനെ വിശദമായി ചോദ്യം ചെയ്തതിലൂടെയാണ് കൂട്ടാളിയായിട്ടുള്ള സബീലിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടി ലഭിച്ചത്. ഇവർ സുഹൃത്തുക്കളാണ്, ഒരേ നാട്ടുകാരാണ്. പെർളശ്ശേരി സ്വദേശിയാണ് സബീലും. ഈ സബീലിനാണ് ഈ സഹദ് പരീക്ഷാ ഹാളിൽ നിന്നും ഈ ഷർട്ടിന്റെ ആ കോളറിൽ ഘടിപ്പിച്ചിട്ടുള്ള മൈക്രോ ക്യാമറയിലൂടെ ആ ചോദ്യങ്ങൾ നൽകുന്നത്. അതിനുശേഷം ആ ചോദ്യങ്ങൾ നോക്കി അതിന്റെ ഉത്തരങ്ങൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിലൂടെ സഹദിന് തിരിച്ച് പരീക്ഷാ ഹാളിൽ ഇരിക്കുന്ന സഹദിന് തിരിച്ചു നൽകുക. ഇങ്ങനെയാണ് ഇവർ ആവിഷ്കരിക്കുന്ന രീതി. സബീൽ പുറത്തായിരിക്കും ഉണ്ടാവുക. ഇവർ പ്ലാൻ ചെയ്ത് നടത്തുന്ന ഒരു കുറ്റകൃത്യമാണ് എന്നതാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെയാണ് ഇന്നലെ ഈ പെർളശ്ശേരി സ്വദേശിയായിട്ടുള്ള സബീലിനെ കൂടി പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഇപ്പോൾ ക്രിസ്റ്റീന സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പരീക്ഷയിൽ മാത്രമാണ്, ഇതിനു മുമ്പ് ഈ സഹദ് 5 PSC പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ പരീക്ഷകളിലും സമാനമായ രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു ഹൈടെക് രീതിയിൽ കോപ്പിയടി നടത്തിയിട്ടുണ്ടോ എന്നതാണ്
പോലീസ് പരിശോധിക്കുന്നു. ഇപ്പോൾ പ്രാഥമികമായി പോലീസ് പറയുന്നത് അത് ഉണ്ട്, അങ്ങനെ അതിനുള്ള സാധ്യതയുണ്ട് എന്നതാണ് പോലീസ് പറയുന്നത്. ഇവരെ രണ്ടുപേരെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. സഹദിനെ ഇന്നലെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. ഇപ്പോൾ സബീലിനെ കൂടി പിടികൂടിയിരിക്കുകയാണ്. അപ്പോൾ ഇവരെ വിശദമായ ചോദ്യം ചെയ്യലിലൂടെ അത് സംബന്ധിക്കുന്ന കൃത്യമായ വിവരങ്ങൾ, അങ്ങനെ ഒരു നിഗമനം പോലീസിനുണ്ട്. അതിന്റെ തെളിവുകൾ പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട്. എന്തായാലും ഒരുപക്ഷെ സംസ്ഥാനം ഇതുവരെ ഈ PSC പരീക്ഷയിൽ ഇത്തരത്തിലുള്ള കോപ്പേടി കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് പോലീസ് കാണുന്നത്. വിശദമായ അന്വേഷണം ഇതിൽ വേണം. ഇത് ഏതൊക്കെ രീതിയിലാണ് ഇവർ ആവിഷ്കരിച്ചതെന്ന് സംബന്ധിച്ചൊക്കെ വിശദമായ അന്വേഷണം വേണമെന്നാണ് പോലീസ് പറയുന്നത്. അതിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് കണ്ണൂർ ടൗൺ SHOനാണ് ഈ അന്വേഷണ ചുമതല നൽകിയിട്ടുള്ളത്. അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് ചികിത്സയിലിരിക്കെ മരിച്ച നൃത്താധ്യാപകൻ മഹേഷിന്റെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബത്തിന്റെ പരാതി. സിറ്റി പോലീസ് കമ്മീഷണർക്ക് കുടുംബം പരാതി നൽകി. ഇന്ന് മന്ത്രി V ശിവൻകുട്ടിക്കും പോലീസ് മേധാവിക്കും പരാതി കൈമാറും. തിരുവനന്തപുരം ശ്രീരാമകൃഷ്ണൻ മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച നൃത്താധ്യാപകന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിരുന്നു. ആക്ഷൻ കൗൺസിലിന്റെ കൂടി സഹായത്തോടെയാണ് ഔദ്യോഗിക പരാതിയുമായി കുടുംബം മുന്നോട്ട് പോകുന്നത്. സംഭവം നടന്നത് മ്യൂസിയം സ്റ്റേഷൻ പരിധിയിലായതിനാൽ സ്റ്റേഷനിലും സിറ്റി പോലീസ് കമ്മീഷണർക്കും കുടുംബം നേരിട്ടെത്തി പരാതി നൽകി. DGPക്കും സ്ഥലം MLA കൂടിയായ മന്ത്രി V ശിവൻകുട്ടിക്കും പരാതി നൽകും. ഇന്നിപ്പോൾ രാവിലെ തന്നെ മ്യൂസിയം സ്റ്റേഷനിൽ ഒന്ന് റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. കമ്മീഷണർ ഓഫീസിലും വേണം, DGP ഓഫീസിലും കൂടെ ഓരോട്ടം കൂടി വരണം നാളെ. ഇന്നിപ്പോൾ ഇതിനെപ്പറ്റി പൂർണ്ണമായിട്ട് അന്വേഷിക്കാനുള്ള നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള രീതിക്ക് തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്. അവർ ക്ലിയർ ചെയ്ത് തരാം, അത് അവസാനം വരെ ഇവരെല്ലാവരും നമ്മളെ കൂടെ ഉണ്ടാവും തന്നെയാണ് ഇപ്പോഴും പറഞ്ഞു വിട്ടിരിക്കുന്നത്. മഹേഷ് മരിച്ച 1 മാസം പിന്നിട്ടിട്ടും കേസിൽ അന്വേഷണത്തിന് പോലീസ് തയ്യാറായിരുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മഹേഷിന്റെ ശരീരത്തിൽ 20ലധികം മുറിവുകളും ക്ഷതങ്ങളും ഉണ്ടെന്ന് രേഖപ്പെടുത്തിയിരുന്നു. റിപ്പോർട്ട് ലഭിച്ചതിന് പിന്നാലെയാണ് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പരാതിയുമായി മുന്നോട്ടു പോകാൻ കുടുംബം തീരുമാനിച്ചത്. 24 തിരുവനന്തപുരം. പുത്തൻ ബസ്സുകൾക്ക് പിന്നാലെ KSRTC ഡിപ്പോകളുടെയും രൂപം മാറുന്നു. അത്യാധുനിക സൗകര്യങ്ങളുള്ള ബസ് സ്റ്റേഷനുകളാണ് ഒരുങ്ങുന്നത്. പുതുതായി നിർമ്മിക്കുന്ന കൊട്ടാരക്കര ഡിപ്പോയുടെ ഗ്രാഫിക്സ് മാതൃക ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പുറത്തുവിട്ടു. ഒപ്പം കായംകുളം, ചങ്ങനാശ്ശേരി, ആറ്റിങ്ങൽ, ചെങ്ങന്നൂർ KSRTC ബസ് സ്റ്റാൻഡുകളും പുത്തൻ രൂപത്തിലേക്ക് മാറും. ലഡാക്കിൽ പ്രതിഷേധക്കാരുമായുള്ള കേന്ദ്ര സർക്കാരിന്റെ സമവായ ചർച്ചകൾ ഇന്ന് നടക്കും. ലേ അപെക്സ് ബോഡി, കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് പ്രതിനിധികളും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായുള്ള ചർച്ചകളാണ് ഇന്ന് നടക്കുക. വിനീത വിജയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനീത, ഗുഡ് മോർണിംഗ്. ഇത്തരത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നു. ഒപ്പം തന്നെ ഈ സോനം വാങ്ചുക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പാക് ബന്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആം ആദ്മി കോൺഗ്രസ് പോര്, ഇതൊക്കെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടല്ലോ. വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ് ആൻഡ് ക്രിസ്റ്റീന. ഇന്ന് ആണ് ഈ ചർച്ചകൾ ഉണ്ടാവുക. നേരത്തെ ഈ മാസം 27-നാണ് ചർച്ചകൾ ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിരുന്നതെങ്കിലും പിന്നീട് സോനം വാങ്ചുക്കിന്റെ അറസ്റ്റിന് പിന്നാലെ ആ കൂടിക്കാഴ്ച മാറ്റിവെക്കുകയായിരുന്നു. ആ കൂടിക്കാഴ്ചയാണ് ഇന്ന് രാവിലെയോടുകൂടി ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ലേ അപെക്സ് ബോഡിയും ഒപ്പം തന്നെ കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസിലെ പ്രതിനിധികളുമായി ആണ് കേന്ദ്ര സർക്കാർ ചർച്ച നടത്തുക. സ്വാഭാവികമായും ഈ സംസ്ഥാന പദവി ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ അവർ ഈ കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചേക്കും. ഒപ്പം തന്നെ ഈ സംഭരണ പരിധി ഉയർത്തി നൽകുക, ഒപ്പം 6ാം ഷെഡ്യൂളിൽ ലഡാക്കിനെ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിക്കാൻ തന്നെയാണ് സാധ്യത. ഒപ്പം ഈ സോനം വാങ്ചുക്കിന്റെ അറസ്റ്റിലുള്ള അതൃപ്തിയും സമര നേതാക്കൾ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം ക്രിസ്റ്റിനെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ജോധ്പൂരിലെ ജയിലിലാണ് സോനം വാങ്ചുക്ക് ഉള്ളത്. അതിനുശേഷം വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും ഒപ്പം തന്നെ സമാധാനം അത് കൃത്യമായി കൊണ്ടുപോകുന്നതിനുള്ള നടപടികളും ഒക്കെയാണ് ഇപ്പോൾ ലഡാക്കിൽ പുരോഗമിക്കുന്നത്. ഇന്നലെ തന്നെ ഉന്നതതല യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിലവിലെ സാഹചര്യങ്ങളൊക്കെ തന്നെ ലഫ്റ്റനന്റ് ഗവർണർ കവീന്ദർ ഗുപ്ത വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ശരി, വിനീത വിജയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ബീഹാറിലേക്ക് 7 പുതിയ ട്രെയിനുകൾ ഇന്നു മുതൽ. 3 അമൃത് ഭാരത് എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള പുതിയ ട്രെയിനുകൾ യാത്രക്കാർക്ക് സുഗമമായ യാത്രാ സൗകര്യം ഉറപ്പാക്കുമെന്ന് റെയിൽവേ. പുതിയ ട്രെയിനുകളിൽ 4 എണ്ണം ബീഹാറിനുള്ളിൽ സർവീസ് നടത്തുന്നു. 2 അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ബീഹാറിനെ തെലങ്കാനയുമായും രാജസ്ഥാനുമായും ബന്ധിപ്പിച്ച് അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്നവയാണ്. ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ. മാവോയിസ്റ്റുകൾക്ക് മുന്നിലുള്ള ഏക മാർഗം ആയുധം വെച്ച് കീഴടങ്ങുക മാത്രമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വെടിനിർത്തൽ സർക്കാർ പരിഗണനയിലില്ല. കീഴടങ്ങാൻ താൽപര്യമുണ്ടെങ്കിൽ വെടിനിർത്തലിന്റെ ആവശ്യമില്ലെന്നും അമിത്ഷാ നക്സൽ മുക്ത് ഭാരത് സെമിനാറിന്റെ സമാപന സെഷനിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി.
3 പതിറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പ് അവസാനിപ്പിക്കാനൊരുങ്ങി ഇന്ത്യൻ റെയിൽവേ. മുംബൈക്കും ബംഗളൂരുവിനും ഇടയിൽ പുതിയ സൂപ്പർഫാസ്റ്റ് ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നു. നിലവിൽ 2 പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഏക ട്രെയിനായ ഉദ്യാൻ എക്സ്പ്രസിന് അനുബന്ധമായാണ് പുതിയ ട്രെയിൻ സർവീസ്. നടനും TVK നേതാവുമായ വിജയുടെ ചെന്നൈയിലെ വീടിന് നേരെ ബോംബ് ഭീഷണി കരൂരിലെ ആൾക്കൂട്ട ദുരന്തത്തിന് പിന്നാലെ നിലവിൽ വിജയ്ക്ക് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. ലഡാക്കിലെ ജനങ്ങളെ BJPയും RSSും ആക്രമിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി. ആക്രമണം അവസാനിപ്പിക്കണമെന്നും ലഡാക്കിനെ സംരക്ഷിക്കണമെന്നും രാഹുൽ. ജനങ്ങളുടെ പ്രതിഷേധത്തിന് 4 യുവാക്കളെ കൊന്നും സോനം വാങ്ചുക്കിനെ ജയിലിലടച്ചുമാണ് BJP പ്രതികരിച്ചതെന്നും രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി AIMIM മേധാവി അസദുദ്ദീൻ ഒവൈസി. വിമർശനം ബീഹാറിലെ സീമാഞ്ചൽ പ്രദേശത്തുള്ളവർ നുഴഞ്ഞുകയറ്റക്കാരെന്ന ആരോപണത്തിന് പിന്നാലെ മേഖലയിലെ ജനങ്ങളെ BJP നിരന്തരം അപകീർത്തിപ്പെടുത്തുന്നെന്ന് ഒവൈസി. ആലപ്പുഴ മാവേലിക്കരയിൽ പാലം നിർമ്മാണത്തിനിടെയുണ്ടായ അപകടത്തിൽ 2 തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി പിൻവലിച്ച് പൊതുമരാമത്ത് വകുപ്പ്. ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ പൊതുമരാമത്ത് വകുപ്പ് പിൻവലിച്ചു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടെസി തോമസ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ S ശ്രീജിത്ത്, ഓവർസിയർ Y യതിൻകുമാർ എന്നിവരെ സർവീസിൽ പുനഃപ്രവേശിപ്പിച്ച് പൊതുമരാമത്ത് വകുപ്പ് ഉത്തരവിറക്കി. കരാറുകാരൻ കരിമ്പട്ടികയിൽ തുടരും. 24 എക്സ്ക്ലൂസീവ്. കീച്ചേരിക്കടവ് പാലം അപകടത്തെ തുടർന്ന് 2 പേർ മരിക്കാനിടയായ സംഭവത്തിൽ നടപടി നേരിട്ട ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ പൊതുമരാമത്ത് വകുപ്പ് പിൻവലിച്ചു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടെസി തോമസ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ S ശ്രീജിത്ത്, ഓവർസിയർ Y യതിൻകുമാർ എന്നിവരെ സർവീസിൽ പുനഃപ്രവേശിപ്പിച്ചു. സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് 3 ഉദ്യോഗസ്ഥരും പൊതുമരാമത്ത് വകുപ്പ് ഭരണവിഭാഗം ചീഫ് എഞ്ചിനീയർക്ക് അപേക്ഷ നൽകിയിരുന്നു. ഏൽപ്പിച്ച ചുമതലകൾ ആത്മാർത്ഥവും സത്യസന്ധവുമായിട്ടാണ് നിർവഹിച്ചിട്ടുള്ളതെന്നും വകുപ്പിനോ പൊതുജനങ്ങൾക്കോ യാതൊരു വീഴ്ചകളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ലെന്നും പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങളിൽ മനഃപൂർവ്വമായ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നുമായിരുന്നു നടപടി നേരിട്ടവരുടെ വിശദീകരണം. സസ്പെൻഷൻ നടപടിയുടെ പേരിൽ മാനസിക വിഷമം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും അതിനാൽ സർവീസിൽ തിരിച്ചെടുക്കണമെന്നും ഇവർ അഭ്യർത്ഥിച്ചു. സസ്പെൻഷൻ നടപടി പിൻവലിച്ചാലും അന്വേഷണത്തെ ബാധിക്കില്ലെന്ന് ഭരണവിഭാഗം ചീഫ് എഞ്ചിനീയർ സർക്കാരിനെ അറിയിച്ചതിനെ തുടർന്നാണ് സസ്പെൻഷൻ പിൻവലിച്ചത്. ഓഗസ്റ്റ് 4-നായിരുന്നു നിർമ്മാണത്തിലിരുന്ന കീച്ചേരിക്കടവ് പാലത്തിന്റെ സ്പാൻ തകർന്ന് അച്ചൻകോവിലാറ്റിൽ വീണ 2 തൊഴിലാളികൾ മരിച്ചത്. പൊതുമരാമത്ത് വകുപ്പ് വിജിലൻസ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ പ്രാഥമിക അന്വേഷണം നടത്തി സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ചുമതലയിലുണ്ടായിരുന്ന 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത്. ഓഗസ്റ്റ് 8-ന് കൈക്കൊണ്ട നടപടിയാണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. കോതമംഗലത്ത് വീടിന് നേരെ കാട്ടാന ആക്രമണം. ആനയെ ഓടിക്കുന്നതിനിടെ കോട്ടപ്പടി സ്വദേശി പോൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. തുടർച്ചയായി ഉണ്ടാകുന്ന കാട്ടാന ആക്രമണത്തിൽ പ്രദേശത്ത് വ്യാപക കൃഷിനാശമാണ് ഉണ്ടായത്. കഴിഞ്ഞ ഏതാനും ദിവസമായി കോതമംഗലം കോട്ടപ്പടി മേഖലയിൽ ഒറ്റയാന്റെ വിളയാട്ടമാണ്. വാവേലി ഭാഗത്തിറങ്ങിയ കാട്ടാന വീടുകളും ആക്രമിച്ചു. വീട്ടുമുറ്റത്ത് ശബ്ദം കേട്ടാണ് കോട്ടപ്പടി വാവേലി സ്വദേശി പോൾ പുറത്തേക്കിറങ്ങിയത്. മുറ്റത്ത് നിന്ന ഒറ്റയാൻ പോളിന് നേരെ പാഞ്ഞെടുത്തു. തലനാരിഴയ്ക്കാണ് ഇയാൾ രക്ഷപ്പെട്ടത്. പിന്നാലെ ആന വീടിന്റെ ജനലുകളും ചില്ലുകളും അടിച്ചു തകർത്തു. ഒരു സൗണ്ട് കേട്ട അറിഞ്ഞ് ഫ്രണ്ടിലെ സ്വിച്ചിട്ടപ്പോൾ ആന ഓടി വന്ന് ജനൽപ്പാലിലേക്ക് കുത്തുകയത്. കർഷകർക്കുടെ നഷ്ടം പറയാൻ പറ്റാത്ത നഷ്ടം. ഇപ്പൊ ഇദ്ദേഹത്തിന് തന്നെ പലതവണ ആന പറമ്പിൽ കയറിയിട്ടുണ്ട്. ഇതുവരെയായിട്ട് ഒരു പൈസ ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്ന് കൊടുത്തിട്ടില്ല. എന്തെങ്കിലും വലിയൊരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ അവർ പറന്ന് ഒത്തിരി ആൾക്കാർ വരും. വന്നിട്ട് അവരവരുടെ പൊടിയും തട്ടി അവരുടെ പാടിഞ്ഞു പോകും. അവരോടി കഴിഞ്ഞു. ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷിയിടങ്ങളിലേക്ക് കടന്ന ആന പുലരുവോളം വ്യാപകമായി നാശനഷ്ടങ്ങൾ വരുത്തി. മലയാറ്റൂർ മേഖലയിൽ നിന്നും പലപ്പോഴും കോട്ടപ്പടി ഭാഗത്തേക്ക് ഇറങ്ങുന്ന ആനകൾ പ്രദേശവാസികളെ ആക്രമിക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഇത് ആശങ്കയ്ക്കും ഇട നൽകുന്നുണ്ട്. വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് കർശന ഇടപെടൽ വേണം എന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. 24 ഇടുക്കി. ഇനി നോക്കാം ചില അറിയിപ്പുകൾ. കോട്ടയം ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ECG ടെക്നീഷ്യൻ തസ്തികയിൽ താൽക്കാലിക ഒഴിവ്. 1 വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധം. അഭിമുഖം നാളെ. നാഷണൽ ആയുഷ് മിഷൻ പാലക്കാട് ജില്ലയിലെ വിവിധ ആയുഷ് ആരോഗ്യ സ്ഥാപനങ്ങളിലേക്ക് കരാറടിസ്ഥാനത്തിൽ മൾട്ടിപർപ്പസ് വർക്കറെ നിയമിക്കുന്നു. അഭിമുഖം അടുത്ത മാസം 9-ന് നടക്കും. കണ്ണൂർ സർക്കാർ ആയുർവേദ കോളേജിൽ ദ്രവ്യഗുണ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസറെ നിയമിക്കുന്നു. അഭിമുഖം നാളെ രാവിലെ 11-ന് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ.
തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ പ്ലേസ്മെന്റ് ആൻഡ് ട്രെയിനിംഗ് അസോസിയേഷൻ ദിവസവേതനടിസ്ഥാനത്തിൽ ഓഫീസ് അസിസ്റ്റന്റിനെ നിയമിക്കുന്നു. കൊമേഴ്സ്, ഇക്കണോമിക്സ്, മാനേജ്മെന്റ് എന്നിവയിൽ ഏതെങ്കിലും ബിരുദമാണ് യോഗ്യത. ഉദ്യോഗാർത്ഥികൾ നവംബർ 10-നകം അപേക്ഷിക്കണം. തിരുവനന്തപുരം ആറ്റിങ്ങൽ ഗവൺമെന്റ് ITIയിൽ റെഫ്രിജറേറ്റർ ആൻഡ് AC ടെക്നീഷ്യൻ ട്രേഡിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിൽ ഒഴിവ്. അഭിമുഖം ഒക്ടോബർ 3 രാവിലെ 10:15 ITI ഓഫീസിൽ. ചേർത്തല ബിന്ദു പത്മനാഭൻ കൊലപാതക കേസിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലുള്ള പ്രതി സെബാസ്റ്റ്യനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കാതെയാണ് കോടതിയിൽ ഹാജരാക്കുന്നത്. നാളെ കൂടി കസ്റ്റഡി ഉണ്ടെങ്കിലും കോടതിയുടെ അവധി ദിവസങ്ങൾ പരിഗണിച്ചാണ് ഇന്ന് തന്നെ ഹാജരാക്കുന്നത്. പ്രതിയുടെ മൊഴി അനുസരിച്ചുള്ള സ്ഥലങ്ങളിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കി. കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കാനായില്ലെന്നത് പ്രതിസന്ധിയാണ്. 19 വർഷം പഴക്കമുള്ള കേസിൽ തെളിവുകൾ ശേഖരിക്കുക പ്രയാസമെന്ന് ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിക്കും. ചേർത്തല സ്വദേശിനിയായ ആയിഷ തിരോധാന കേസിൽ സെബാസ്റ്റ്യനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയേക്കും. കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ഡോക്ടർ ബി അശോകനെ PRDയിലേക്ക് മാറ്റി ഉത്തരവ് തടഞ്ഞ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നടപടിക്കെതിരെ സർക്കാർ നൽകിയ ഹർജി ഇന്ന് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. ഗവർണറെ കക്ഷി ചേർത്ത ബി അശോകിന്റെ നടപടി കഴിഞ്ഞ തവണ സർക്കാർ ചോദ്യം ചെയ്തിരുന്നു. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലും ഇതുമായി ബന്ധപ്പെട്ട വാദം നടന്നു. സർക്കാരും ഗവർണറും തമ്മിലുള്ള തർക്കത്തിൽ കേസ് കൊണ്ടുപോകാൻ താൽപര്യമില്ലെന്നും കേസിന്റെ നടത്തിപ്പിന് ഇതര കാരണങ്ങളുള്ളതിനാൽ എതിർകക്ഷി സ്ഥാനത്ത് നിന്ന് ഗവർണറെ നീക്കാൻ എതിർപ്പില്ലെന്നും ബി അശോക് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ അറിയിച്ചു. ബി അശോകിന്റെ സ്ഥാനമാറ്റം നടപടിക്രമങ്ങൾ പാലിച്ചെന്നാണ് സർക്കാർ വാദം. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. IS റിക്രൂട്ട്മെന്റ് കേസിൽ കുറ്റക്കാരായി കണ്ടെത്തിയ പ്രതികളുടെ ശിക്ഷാവിധി ഇന്ന്. മുഹമ്മദ് അസറുദ്ദീൻ, ഷെയ്ഖ് ഹിദായത്തുള്ള എന്നിവർ കുറ്റക്കാരാണെന്ന് കൊച്ചി NIA കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. 2017-18 കാലത്ത് കേരള, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്ന് IS റിക്രൂട്ട്മെന്റിന് ശ്രമിച്ചെന്നാണ് കേസ്. UAPA 38, 39, IPC 120B തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ തെളിഞ്ഞത്. എറണാകുളം വടക്കൻ പറവൂരിൽ CPIയിൽ കൂട്ടരാജി. പാർട്ടി വിട്ട 80 പേർ ഇന്ന് CPIMൽ ചേരും. ജില്ലാ പഞ്ചായത്ത് അംഗം KV രവീന്ദ്രൻ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമാ ശിവശങ്കരൻ ഉൾപ്പെടെ 80-ലധികം പേരാണ് CPIMൽ ചേരുന്നത്. കഴിഞ്ഞ ജില്ലാ സമ്മേളന കാലയളവിൽ പാർട്ടിക്കുള്ളിൽ വിഭാഗീയത പൂർണ്ണമായി അവസാനിച്ചതായി സംസ്ഥാന നേതൃത്വവും പറഞ്ഞിരുന്നു. ഇതിന് മാസങ്ങൾ പിന്നിട്ട ശേഷമാണ് പ്രധാന നേതാക്കൾ കൂട്ടത്തോടെ പാർട്ടി വിടുന്നത്.